രേണു സുധി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്നും വന്നിരിക്കുന്നത്. ഓക്കെ, ഇന്നലെ ഞാൻ ഇൻസ്റ്റയിലാണ് കൂടുതലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്തത്. അതിനകത്ത് ഇൻസ്റ്റയ്ക്കകത്ത് ഒരു വീഡിയോയുടെ താഴെ നമ്മുടെ കിച്ചു വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഷഫീന ബീവി ബാങ്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിച്ചുവിൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെയൊക്കെ വെച്ചിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്തത്. അപ്പോൾ കിച്ചു ഈ വിവരം അറിഞ്ഞിട്ടില്ലായിരുന്നു, ഞാനത് കണ്ടില്ലായിരുന്നു. അത് എങ്ങനെയോ കുറേ കോൾസ് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. കിച്ചുവിൻ്റെ കമൻറ്റാണ് ഞാൻ ഈ വായിക്കുന്നത്. എൻ്റെ വീഡിയോയുടെ താഴെ ഇട്ടതാണ് പയ്യൻ. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു അത് മാറ്റിച്ചിട്ടുണ്ടെന്ന് കിച്ചു പറയുന്നു. ഓക്കെ, എല്ലാവരും കണ്ടല്ലോ. ഈ സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. എൻ്റെ ഇവിടെ എല്ലാം നീരാക്കിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇച്ചിരി ചിലപ്പോൾ ലാഗ് അടിക്കും, ഞാൻ പെതുക്കെയായിരിക്കും പറയുന്നത്, ഒന്നും വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പം ഷഫീന ബേബി ആ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് ഓരോരുത്തരും അവനെ കോൾ ചെയ്തപ്പോഴാണ് അവൻ ഈ വിവരം അറിയുന്നതെന്നാണ് പറയുന്നത്. ഇതെങ്ങനെ ഷഫീനയുടെ കയ്യിൽ വന്നു ഈ ബാങ്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ? പിന്നെ അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഇപ്പം അവന് പൈസ കൊടുക്കുന്നില്ല, ഒരു മാസത്തെ ഫീസ് കൊടുത്തില്ല എന്ന് പറയുന്നു. ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവനും പഠിത്തം നിർത്തി എന്നുള്ള രീതിയിലാണ് എനിക്കും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചത് ഷഫീനെ ഈ പിരിവ് നടത്തുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ അത് തെറ്റാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്, യോജിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. കാരണം അവന് ഇത്രയും വയസ്സായി, അവന് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവന് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇവന് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിനൊരു 10% മതി അവന് ഫീസ് അടയ്ക്കാൻ. 10% മാത്രം മതി. അതുപോലെ അവന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു ഫീൽഡിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഷഫീന ബീവി അവൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം അവിടെ പോയി പുള്ളിക്കാരി സങ്കടത്തോടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യത്തിനോട് എനിക്ക് ഒട്ടും യോജിപ്പ് വന്നില്ലായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പ്രേക്ഷകരോടാണ് അഭിപ്രായം ചോദിക്കുകയൊക്കെ ചെയ്തത്. അതിനിടയ്ക്ക് ഇൻസ്റ്റ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അത് എന്താ പറയുക, രേണാസുനയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിട്ടാണ് ഞാൻ ഇട്ടത്. പക്ഷേ എൻ്റെ കുറച്ച് ഭാഗം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് നെഗറ്റീവ് ആയിരുന്നു. പക്ഷേ എന്താ പറയണ്ടേ, ആ കുറച്ച് ഭാഗം അത് ക്ലിയർ ആയില്ലായിരുന്നു ആൾക്കാർക്ക്. പിന്നെ കുറേ ഭാഗം കട്ടായി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോയിൽ അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന പോലെ റീസൺ കൊണ്ടാണെന്ന്. അത് ആൾക്കാർക്കെല്ലാം മനസ്സിലായിട്ടും ഉണ്ടായിരുന്നു. എടേ, ഞാൻ ഒരിക്കലും ഈ സാധനത്തിന് അങ്ങനെ സപ്പോർട്ട് ചെയ്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനും അതിലും ഒക്കെ സ്റ്റേഷനിൽ കിടന്ന് ഓടി കഥകളൊക്കെ. ഇനി അതുകൊണ്ട് കുറേ എണ്ണം വന്നിട്ട് എന്തോ എല്ലാവരും ഇപ്പോഴും പറയുന്നത് രേണുസുധിനെ കളിയാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോഴും തൊപ്പി വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാ പറയുകയൊക്കെ ചെയ്യുന്നത്. എന്തോ ഞാനിപ്പോൾ തൊപ്പി വെക്കാറില്ല ഷവമ്മയെന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം എല്ലാവരും എന്നെ ഇങ്ങനെ കാണുന്നത്. ഇത് വേറൊരു കാര്യം ചെയ്തു, അതുകൊണ്ടാണ് എനിക്കതുകൊണ്ട് ചെറിയൊരു പണിയൊക്കെ കിട്ടി. ഇങ്ങനെ ഇവിടെ എല്ലാം നീരാണ്. ഓക്കെ, അപ്പോൾ കിച്ചുവിൻ്റെ കമൻറ്റ് എല്ലാവരും വായിച്ചല്ലോ. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയ കോലാഹലം നടക്കുമ്പോഴും സബ്സ്ക്രിപ്ഷനകത്ത് ചേച്ചി വീഡിയോ ഇടുന്നുണ്ട് ഒരു കൂസലും ഇല്ലാതെ. അതെന്തിനാണെന്ന് ഞാൻ ആലോചിച്ചു. ഞാനെല്ലാം ബ്ലർ ചെയ്തിട്ട് അവിടെ സാധനം കാണിക്കുന്നത്. ഏകദേശം കാണുമ്പോൾ മനസ്സിലായി കാണും, ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. അവിടെ പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ, എല്ലാവരും ലൈക്ക് അടിക്കണം, ഹൈപ്പ് പ്രത്യേകിച്ചും കൊടുക്കണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും കൂടെ ഒന്ന് കൊടുത്തേക്കുക. ഫോട്ടോസൊക്കെ കാണുമ്പോൾ ചിരി വരും. ഇന്നലെ പുള്ളി വേറൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്, ഞാനൊന്ന് വെച്ചുതരാം. എന്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചത്. നിങ്ങൾക്ക് നാണമാകുന്നില്ല? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നതിന്റെ ആ അടക്കുന്നതിന്റെ അന്ന് വൈകിട്ട് പോലും ഞാൻ കിച്ചു എന്തോ എനിക്ക് ഫുഡ് തന്നപ്പോഴാണ് ഞാൻ ഇച്ചിരി വെള്ളം. സുധി മരിച്ച സമയത്ത് ആ ആംബുലൻസിനകത്ത് കയറിയത് കിച്ചു, പിന്നെ രമ്യ, അതായത് രേണുവിന്റെ ചേച്ചി രമ്യയുടെ ഹസ്ബൻഡും പിന്നെ വിവേകോ വേറെ ആ ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു. ഇവർ 3 പേരുമായിരുന്നു. ഇവർ ആഹാരം കഴിക്കാതെ മാറി ആംബുലൻസിൽ ഇരിക്കുകയായിരുന്നു. പള്ളിയിലച്ചന്മാർ 3-4 പേരുണ്ടായിരുന്നു. അവന്മാർ കയറിയാണ് നല്ല രീതിയിൽ വെട്ടി വീഴുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പം കിച്ചു അത് പറഞ്ഞപ്പം അത് കറക്കി തിരിഞ്ഞത് രേണു സുധിയുടെ തലയിലല്ലേ വരുത്തുള്ളൂ. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. ആ കാര്യത്തിൽ ഇവര് പറയുന്നതിൽ ന്യായമുണ്ട്. അതൊക്കെ ഇനിയിപ്പോ രേണുവിനോട് എന്തുകൊണ്ട് ഒരു കോപ്പവും ഇല്ല. ആവശ്യമില്ലാത്തത് ഉണ്ടാക്കി പറയരുതാ മാത്രം മതി. കഴിക്കുന്നത് ഒരു പൊറോട്ട എണ്ണം മേടിച്ചു തന്നപ്പോ മനസ്സിലായോ? അന്നത്തെ ദിവസം അറിഞ്ഞപ്പോ തൊട്ട് ഞാൻ പച്ചവെള്ളം ഞാൻ കുടിച്ചിട്ടില്ല, കാപ്പി പോലും കുടിച്ചിട്ടില്ല. ഞാൻ എന്നെ സൂചിച്ചേണ്ട ഡെഡ് ബോഡി കൊണ്ടുവരാൻ പോയിട്ടില്ലല്ലോ. ഫ്ലവേഴ്സിലും 24-ലും ഒന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ കാണുന്ന ചേട്ടൻ മരിച്ചിട്ട് പിറ്റേ ദിവസം ഡെഡ് ബോഡി അവർ കൊണ്ടുവന്ന് 8:30 നമ്മുടെ പൊങ്ങനാനം വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ അറിയാത്ത കാര്യം സംസാരിക്കരുത്. ഞാൻ അവിടെ തളർന്നു കിടക്കുമായിരുന്നു. ഞാൻ പോയിട്ടില്ല സൂചിച്ചേട്ടനെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ. നിങ്ങൾ ആരോട് വേണ്ട ചോദിച്ചു? നിങ്ങൾ എന്തിനാ ഈ കള്ളത്തരം പറയുന്നത്? നിങ്ങൾക്ക് നാണമാകുന്നില്ല ഇങ്ങനെ കള്ളത്തരം പറയാൻ?
ഞാൻ പോയില്ല. ചേട്ടൻ മരിച്ചപ്പോ ചേട്ടന്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ ഞാൻ പോയില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് 5 സ്റ്റാർ കടയിൽ നിന്ന് പോയി ഫുഡ് കഴിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾക്ക് എന്താണെങ്കിലും കാര്യം പറഞ്ഞിട്ട് സത്യം പറഞ്ഞിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം എന്താ പറയണ്ട, അവർ ആ സമയത്ത് പോയിട്ടൊന്നുമില്ലായിരുന്നു. കിച്ചു ഇവര് 3 പേര് മാത്രമേ ഉള്ളായിരുന്നു. ഇതിപ്പോ ആരാ പറഞ്ഞതെന്നൊന്നും ഒരു പിടുത്തം കിട്ടുന്നൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു ഇല്ല, നമ്മളാരും. ഞാൻ ഇന്നലെ അപ്പോഴെ ഒരു വീഡിയോ മാത്രമേ യൂട്യൂബിൽ ഇട്ടിട്ടുള്ളായിരുന്നു. പിന്നെ കൂടുതൽ ഞാൻ ഇൻസ്റ്റയിൽ അങ്ങ് ഷോർട്ട് അടിക്കുമായിരുന്നു. കാരണം എനിക്ക് കൂടുതൽ നേരെ ഇരിക്കാൻ പറ്റത്തില്ല. ഇരിക്കാം, പക്ഷെ ഞാൻ ഇരുന്ന് അപ്പം താഴോട്ട് അങ്ങ് പോകുന്നു, എനിക്കങ്ങ് കറങ്ങും, ഉള്ള കാര്യം പറയാലോ. പിന്നെ ഡെയിലി വീഡിയോ ഇടുന്നതാണ്, എനിക്കത് വീഡിയോ ഇട്ടില്ലെങ്കിൽ ഉറക്കം വരുന്നില്ല, ഉള്ള കാര്യം പറയാലോ. ഡെയിലി ഞാൻ വീഡിയോ ഇടുന്നതാണ്. ഇപ്പം എന്താ പറയണ്ടേ, എൻ്റെ മന്ത്ലി ഇൻകം എല്ലാം യൂട്യൂബാണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് ശീലമായതുകൊണ്ട് ഇടാതിരിക്കാനും പറ്റത്തില്ല. അത് ഏതെങ്കിലും ചടപറ വീഡിയോസ് ആണെങ്കിലും ഞാൻ ഇട്ടിരിക്കും. കൂടുതൽ ഇപ്പോൾ പൊളിറ്റിക്സാണ് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, പിന്നെ ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള എനിക്ക് വേണ്ട, ചെറുതായിട്ടേ ഞാൻ വെക്കുന്നുള്ളൂ. ഞാൻ ഓടിച്ചിട്ട് അങ്ങ് പോവാ ആ ഒരു സാധനം. ഇന്നലെ എത്രയും കോലാഹലം നടന്നെങ്കിലും ഇത്രയും വിഷയം നടന്നപ്പോഴും ആഹാ, അത് ഇടാൻ കാണിച്ച മനസ്സ്, ഞാൻ നമിച്ചിരിക്കുന്നു ചേച്ചി, നമിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വേറൊരു ഫോട്ടോ വീഡിയോ കൂടെ ഞാൻ അത് ബ്ലർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ലവ് യു ഓളോ, ഞാൻ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്ന ഡയലോഗാ. ഇപ്പൊ എനിക്ക് പോലും അത് പറയാൻ പറ്റാത്ത അവസ്ഥയാക്കി കളഞ്ഞല്ലോ ഇവര്. ഇനി ഞാൻ പഠിപ്പിച്ചു വിട്ടോളൊന്നും എല്ലാം പറയായിരുന്നാ മാത്രം മതി. അയ്യോ ലവ് യു ഓൾ എന്നൊക്കെ പറയുന്നു. അയ്യോ, ഞാൻ കഴിഞ്ഞ ഞാൻ യൂട്യൂബ് എന്ന് തുടങ്ങി അന്നോട്ട് പറയുന്ന ഒരു ഇതാണ് ലവ് യു ഓള്. ഓരോരുത്തർ എനിക്ക് തയ്ച്ചേരത്. എന്തൊക്കെ കോമഡികളാണ് നടക്കുന്നത്. അയ്യോ, നല്ല ഉറക്കവും വരുന്നുണ്ട് ഗൈസ്, ഒന്നും വിചാരിക്കല്ലേ. വയ്യ, തീരെ വയ്യ. ഇപ്പം കൈയൊക്കെ കെട്ടിയിട്ടാണ് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്നത്. തലയിലൊന്നും കൊള്ളാനും പറ്റാത്ത അവസ്ഥ. ഓക്കെ, പിന്നെ ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം 6 ദിവസം കഴിഞ്ഞാൽ രേണുസുതി നാട്ടിൽ വരുമെന്നാണ് ഓരോരുത്തർ പറയുകയൊക്കെ ചെയ്യുന്നത്. വന്നു കഴിയുമ്പോൾ അവരെന്താ പറയാൻ പോകുന്നതെന്ന് കണ്ടറിയാം. പിന്നെ അതുപോലെ തന്നെ ഈ പിരിവ് നടത്തുമായിരുന്നല്ലോ ഈ ഷഫീന ബേബി, ഈ പറയുന്ന തൊട്ട് കിച്ചന് വേണ്ടി ഈ പറയുന്ന രേണുസുതി പൈസയും കാര്യങ്ങളും എല്ലാം അവന് കൊടുക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് പോലും അവൻ ചോദിക്കുന്നതിന് പൈസ 500, 600, 700 ഒക്കെ കൊടുത്തതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും മൊത്തം അവരുടെ ഇരിപ്പുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് എന്തായാലും രേണുവിന് നെഗറ്റീവാണ്. സോഷ്യൽ മീഡിയ മൊത്തം നെഗറ്റീവ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സംഭവം കൂടെ വരുമ്പോൾ അത് പെരുപ്പിച്ച് കയറ്റാൻ കുറേ ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെ പറയത്തുള്ളൂ. ഇപ്പം ഞാൻ മെയിനായിട്ട് ഷഫീനെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ഇത്രയ്ക്ക് ചൊരുപ്പ് വരാൻ കാര്യം. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചേ, രേണു 1 രൂപ പോലും കൊടുക്കത്തില്ല എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടല്ല അവരിപ്പോൾ പിരിവും കിരിവും ഒക്കെ ആയിട്ട് ഇറങ്ങുകയൊക്കെ ചെയ്തത്. അവർ പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു, രേണു നല്ല പൈസയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഷഫീൻ ഈ അടുത്ത സമയത്ത് എനിക്കും അതിനൊട്ടൊരു പണി വെച്ചായിരുന്നു. ആ കൊച്ചി ഇറക്കനുണ്ടായിരുന്നല്ലോ, നെക്സോവിനോ ആൽബിൻ, അവനും അവൻ്റെ ഫാമിലിയും വേറെ 2-3 യൂട്യൂബേഴ്സും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയായിരുന്നു. ആ പോലീസ് സ്റ്റേഷനിൽ പോയത്, ആ കൊച്ചിൻ്റെ കൂടെ പോയത് ഞാനും അതിരുന്ന് വരെ പറഞ്ഞിറക്കിയ ടീമാണ് ഈ പറയുന്ന ഷഫീന. ഇങ്ങനെയൊക്കെ നടത്തിയൊരു സ്ത്രീയാണ്. അവര് ക്രെഡിറ്റിന് വേണ്ടിയാണ് കിച്ചുവിൻ്റെ ആ വീഡിയോ വന്നപ്പോൾ ആ വീട്ടിൽ പോയെന്ന് എനിക്ക് മനസ്സിലായി. നല്ല രീതിയിൽ അവർ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം രേണുവിനോട് എല്ലാവർക്കും വെറുപ്പ്. അതിൻ്റെ കൂടെ അവരും കൂടി ഇച്ചിരി ഡോസും ഇല്ലാത്തതും കൂടെ കയറ്റി വിട്ട ആൾക്കാർ കയറ്റി പിടിക്കും. അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഡാനി ഏരിയാണ്, ഒരിക്കലും ഞാൻ ഇവിടെ സപ്പോർട്ട് ചെയ്യത്തില്ല. എനിക്കിപ്പോൾ ഞാൻ ഇച്ചിരി സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത് എനിക്ക് വയ്യാത്ത കൊണ്ടാണ്. മനസ്സിലായോ? കാരണം ഞാനും അതുപോലെ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ ചില കാര്യത്തിലാണ്. പിന്നെ നമുക്ക് ആനമായി കമ്പണിങ് എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ. ഞാൻ കാര്യം പറയട്ടെ, ഈ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നതിൻ്റെ വേദന ഒന്ന് അറിഞ്ഞാൽ നല്ലതായിരിക്കും രേണു. അതാ നീ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ.